ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഒരുപാട് ആളുകൾക്ക് ഈ വസ്വാസ് എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള അസുഖം ഉള്ള ആളുകളുണ്ട്. അതായത് ചില കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. കഴുകിക്കൊണ്ടേയിരിക്കുക, വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നൽ. അതേപോലെ ഡോറ് അടച്ചിട്ട് പോന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഡോർ അടച്ചോ, സ്റ്റൗ ഓഫ് ചെയ്തോ, മോട്ടർ ഓഫാക്കിയോ എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ലേഡീസിന് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു കണ്ടീഷന് നമ്മൾ പലരും അവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാനിട വരാറുണ്ട്. പക്ഷേ ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ്. പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചേരാറുണ്ട്. എൻ്റെ ആദ്യകാല അനുഭവത്തിൽ ക്ലിനിക്കിൽ വന്നൊരു കേസ് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം ഒരു 10 വർഷം മുന്നേ പിന്നെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുന്ന് കയറിയിട്ട് വേണം അവന് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഈ കുന്ന് കയറുന്ന സമയത്ത് ഓരോ അടി മുന്നോട്ടേക്ക് വെക്കുന്ന സമയത്തും ഇവനിങ്ങനെ ബാക്കിൽ നിന്ന് ആരോ അവനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരികയാണ്. ആരോ ബാക്കിൽ അവനെ പിന്തുടരുന്നുണ്ട് എന്നുള്ള തോന്നൽ. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും ഈ കുട്ടിക്ക് ബാക്കോട്ടേക്ക് നോക്കി വീണ്ടും മുന്നോട്ടേക്ക് ഒരടി വെച്ച് വീണ്ടും ബാക്കിലേക്ക് ഒരു നോട്ടം നോക്കി, അങ്ങനെയാണ് അവന് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കയറി എത്തേണ്ട സ്കൂള് ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും ഇവൻ എത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇത് സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടും ഭയങ്കര പ്രശ്നമാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളൊന്നും അവൻ്റെ ഒരു സാധനങ്ങളും തൊടാൻ പാടില്ല. അവൻ്റെ ബെഞ്ചിൽ മറ്റു കുട്ടികൾ ഇരിക്കാൻ പാടില്ല. ആരോട് സംസാരിക്കില്ല. ആരെയും മുഖത്ത് നോക്കി ഫേസ് ചെയ്യില്ല. അങ്ങനെ കുട്ടികളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് ഒരു ഒറ്റയാനായിക്കൊണ്ട് ജീവിച്ചു വരുന്നൊരു കുട്ടിയായിരുന്നു അവൻ. അങ്ങനെ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് അവരെൻ്റെ ക്ലിനിക്കിൽ എത്തുന്നത്. ഞാൻ കേസ് എടുത്ത സമയത്ത് വീട്ടിലെ ഉമ്മയോട് കൂടി സംസാരിച്ച് നോക്കിയ സമയത്ത് വീട്ടിൽ അതിനേക്കാൾ പ്രശ്നമാണ്. ഇവനിങ്ങനെ നിരന്തരം വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം കൊടുക്കാൻ പ്രയാസമാണ്. പ്ലേറ്റ് കഴുകിക്കൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും കഴുകുക. കൈ കഴുകിക്കൊണ്ടിരുന്നിട്ട് വെള്ളം അവിടെ ഇവിടെയൊക്കെ കുടഞ്ഞിട്ട് വീടാകെ നനഞ്ഞിരിക്കുക. അവനെക്കൊണ്ട് ഉമ്മ വളരെ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് കാരണം കുട്ടിക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരിക. അതുപോലെ വേറെയും ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള പിശുക്ക്, ആളുകളോട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ വളരെ പ്രയാസത്തിലും അത് പഠനത്തെ മാത്രമല്ല നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറിയപ്പോഴാണ് അവർ കൗൺസിലിംഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്നത്. ഞാൻ കേസ് ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞ സമയത്ത് അത് ഏകദേശം ഞാൻ ക്ലിനിക്ക് ഇട്ട ആദ്യ കാലങ്ങളിലായതുകൊണ്ട് അത്യാവശ്യം ടഫായിട്ട് തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് ഞാൻ അറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വിസിറ്റിൽ അവർ വന്നതിന് ശേഷം അന്ന് ഞാൻ കേസ് ഡീറ്റെയിൽ എടുത്ത് കൊടുത്ത ആ ഒരൊറ്റ മെഡിസിൻ അത് ആ കുട്ടിയിൽ നന്നായിട്ട് ആക്ട് ചെയ്തു എന്നും പിന്നീട് അവർക്ക് നമ്മളെ ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പേഷ്യൻ്റ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു 10 വർഷത്തിന് ശേഷം അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു കുട്ടി എൻ്റെ ക്ലിനിക്കിൽ വരികയാണ്. അവൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വരുന്നത്, അവൻ്റെ OCD മാറ്റിയത് ഡോക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല, കാരണം 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു രണ്ടാമത്തെ കേസ് വരുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് ഞാൻ പോലും ഈ കുട്ടിയുടെ ഭാവി എന്താവും എന്ന് വിചാരിച്ച് ആശങ്കപ്പെട്ടൊരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ആ കേസ് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നീട് വരികയോ വിളിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫോളോ അപ്പ് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടി 10 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞപ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു അനുഭവം അന്ന് ഉണ്ടായത്. ആ ഒരു കുട്ടി സ്കൂളിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ട് വളരെ നോർമലായിട്ടുള്ള രീതിയിൽ അവന് മാറി, സ്വഭാവവും പഠനങ്ങളും എല്ലാം മാറി. അവൻ പിന്നീട് ഹയർ സ്റ്റഡീസിന് ലണ്ടനിലേക്ക് പോവുകയും MBA ചെയ്ത് വളരെ ഉഷാറായിട്ട് നല്ലൊരു കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷാവസ്ഥ അത് കേട്ടറിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ രണ്ടാമത് വന്ന കുട്ടി യഥാർത്ഥത്തിൽ ഇവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
അവൻ്റെ ഈ ഒറ്റപ്പെട്ട സ്വഭാവവും അതുപോലെ ക്ലാസ്സിലുള്ള പ്രശ്നങ്ങളും ഈ ആരെയും ആയിട്ട് കൂട്ടുകൂടാതെ ഒറ്റപ്പെട്ടിരിക്കലും ഒക്കെ ആയപ്പോൾ ഇവൾക്ക് അവനോടൊരു സിമ്പതി തോന്നി. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവൻ്റെ ഒരു അസുഖം കാരണമാണ് ഇത് ഇവന് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി ഈ കുട്ടി അവനെ മെല്ലെ മെല്ലെ പറഞ്ഞ് അനുനയിപ്പിച്ച് ശരിയാക്കി എടുക്കുന്ന ആ ഒരു അവസ്ഥയും കൂടി അവിടെ അതേസമയം നടന്നിട്ടുണ്ട്. നമ്മൾ മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഇവിടെ വന്ന് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇടപെടലും അവിടെ നടക്കുന്നത്. അവളുടെ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടും അങ്ങനെ നമ്മളെ മെഡിക്കേഷനും കൂടെ ആയി നല്ല രീതിയിൽ ആ കുട്ടി ആ ഒരു സംഭവത്തിൽ നിന്ന് കരകയറി വന്ന് വളരെ സന്തോഷപൂർവ്വം അവൻ ആ എക്സ്പീരിയൻസ് അവളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഗതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവളുടെ ഒരു വിഷയത്തിൽ എൻ്റെ അടുത്ത് വരുന്നത്. അവളുടെ വിഷയം മറ്റൊന്നുമല്ല, അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറെ കാലം തുടർന്നു. തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ആ ഒരു പെൺകുട്ടിയോട് അവനും സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ അത് അവർ വളർന്ന് പല ശാഖകളിലേക്ക് അവർ പോയപ്പോഴും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുകയും കോളുകളും മെസ്സേജുകളും ആയിട്ട് ആ ബന്ധം തുടരുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പെൺകുട്ടിക്ക് വിവാഹാലോചന വന്ന സമയത്ത് അവൾക്ക് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പ്രയാസം പോലെ. അപ്പോൾ വീണ്ടും ഒരു ആലോചിച്ച സമയത്ത് അവനെ ആയിട്ട് പിരിഞ്ഞ് മറ്റൊരാളെ ജീവിതത്തിലേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അവർ വീട്ടിൽ ചർച്ച ചെയ്ത് അങ്ങനെയുള്ളൊരു വിവാഹ ബന്ധത്തെക്കുറിച്ച് അവർ വീട്ടിൽ ചർച്ച ചെയ്ത സമയത്ത് വീട്ടുകാരാണെങ്കിൽ ആ ഒരു ബന്ധത്തിന് സപ്പോർട്ട് ചെയ്തതുമില്ല. ഒന്നാമത് ഇവർ സെയിം ഏജാണ്, പിന്നെ അവൻ സെറ്റിൽഡ് ആയിട്ടില്ല, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞിട്ട് അവരെ ഈ പെൺകുട്ടീനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടി ഒരുപാട് മാനസികമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി നമ്മളെ ക്ലിനിക്കിൽ വരുന്നത്. അന്ന് അവൾ പറഞ്ഞ ആ ഒരു സംഗതി വളരെയേറെ സന്തോഷം നൽകിയ ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വളരെ തീവ്രത കൂടിയ രീതിയിലുള്ള OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതുപോലുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വസുവാസിൻ്റെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇത്തരം കേസുകളൊക്കെ വളരെ നല്ല രീതിയിൽ കുറഞ്ഞ മെഡിക്കേഷൻ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. ഇതിൽ നമ്മൾ സാധാരണ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്ന പോലെ ക്ഷീണമോ മറ്റ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ വളരെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നീട് ഈ ഒരു 15 വർഷത്തിനിടക്ക് ഒരുപാട് ഇത്തരം കേസുകൾ വരികയും വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരം ടഫ് കേസുകൾ ഡീൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.